കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് കവിത സജീവൻ. ഞാൻ എൻ്റെ മോൻ്റെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് വന്നത്. ഞാൻ 2019 ഞാനിവിടെ വന്നായിരുന്നു. കൃപാസനം എന്താണെന്ന് അറിഞ്ഞത് യൂട്യൂബിൽ നോക്കിയിട്ടാണ്. അപ്പം ഞാനിവിടെ വന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു വിസയുടെ കാര്യത്തിന് വേണ്ടിയാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഉടമ്പടി എടുക്കണം, ഇങ്ങനെ ഇച്ചിരി ഇതെല്ലാം ഉണ്ടെന്നൊക്കെ. പക്ഷെ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ട് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്, എല്ലാം അമ്മയ്ക്ക് അറിയണമെന്നല്ലേ ഇവിടുന്ന് പറയുന്നത്, ഞാൻ ഇവിടെ വന്ന് പോവുകയാണെന്ന് പറഞ്ഞു. പോയി 4ാമത്തെ ദിവസം തന്നെ റിജക്റ്റായ വിസയാണ് എൻ്റെ ഭർത്താവിൻ്റെത്. ഖത്തറിലേക്കാണ്. ഞങ്ങൾ ആദ്യം കുവൈറ്റിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നിർത്തിയിട്ട് വന്നതാണ്. പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് രണ്ടാമത് ഞങ്ങൾ വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചതാണ്. അപ്പോൾ ഖത്തറിൽ നിന്ന് വിളി വന്നു, വിസയൊക്കെ റെഡിയായിട്ടുണ്ട്, സജീവൻ ഏത് സമയം വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. അത് പോയിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്ക് മോനൊരു ചെറിയൊരു അസുഖം, ലുക്കീമിയ ബാധിച്ചു. അത് കാരണം ഹസ്ബൻഡ് തിരിച്ചു വരേണ്ടി വന്നു. ഡോക്ടർ പറഞ്ഞത് 20% ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. MCCയിലാണ് കാണിച്ചത്. ഇപ്പം ഡോക്ടർ പറഞ്ഞു, എവിടെയാക്കിയാൽ നിങ്ങൾക്ക് ആരോടൊക്കെയാണ് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ അവരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനും ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞ ഒറ്റൊരു കാര്യമാണ്, നിങ്ങൾ എൻ്റെ മോനെ ഇവിടെ ഹോസ്പിറ്റലിൽ വെച്ച് നോക്കണ്ട, കൃപാസനത്തിൽ പോവുക, അമ്മയെ കാണുക, അവിടെ അച്ഛനെ ഒന്ന് കാണുക. അപ്പം ഞാനൊരു ഹിന്ദുവാണ്. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ അത് ഇഷ്യൂ ആവുമോ എന്ന് എൻ്റെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞ ഒരു ഇഷ്യൂ ഇല്ല. എനിക്ക് എൻ്റെ ദൈവം, എന്നെ വഴി നടത്തിയ ദൈവം എൻ്റെ ഈശോ ആണ്, എൻ്റെ അമ്മയാണ്, നിങ്ങൾ പോവണം. ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആരോടും. അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആദ്യം ഞങ്ങൾ എന്തു പറയുന്നുവോ, മക്കളെ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ അതെനിക്ക് പറ്റാറില്ല. അങ്ങനെ ഞാൻ പറയും, അച്ഛൻ എന്താ ഇങ്ങനെ പറയുന്നത്, അച്ഛന് മാത്രമേ അത് കഴിയുള്ളൂ, ഞങ്ങൾക്കൊന്നും കഴിയില്ല. ഞാൻ പ്രതികരിച്ചു പോവും. അതാണ് എൻ്റെ സ്വഭാവം. പക്ഷെ എന്നാലും ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്നു, അച്ഛനെ കണ്ടു. അച്ഛൻ ചോദിച്ചു, മകനെ കൊണ്ടുവന്നു എന്നാണ് ചോദിച്ചത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇല്ല, മോൻ ഹോസ്പിറ്റലാണുള്ളത്, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, എല്ലാം അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ മകൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിൽ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞു, ആ ഫോട്ടോ ഇങ്ങോട്ടേക്ക് അമ്മയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കാം, നീ സങ്കടപ്പെടരുത്, നീ പോയിട്ട് വാ, സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ഉടമ്പടി തൈലും എല്ലാം കൊണ്ടുവന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു, പുറത്തുള്ള ഒരു സാധനം കുട്ടിക്ക് കൊടുക്കാൻ പാടില്ല. പക്ഷേ ഞാൻ 5 മണിക്ക് എഴുന്നേറ്റ് ഉടമ്പടി തൈലം, തേന്, ഉപ്പിട്ടാണ് കുട്ടി കുളിക്കാറ്. ഇതെല്ലാം ഞാൻ അവന് കൊടുത്തു. അത് ഡോക്ടർ വരുമ്പോഴേക്കും അവൻ കുളിച്ച് ഫ്രഷായി അവിടെ ഇരിക്കും. അപ്പം ഡോക്ടർ ചോദിക്കും, എന്താ പറ്റിയേ? ഒന്നുമില്ല, നല്ല ഹാപ്പിയാണ്. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ മോനെ എൻ്റെ ദൈവം, എൻ്റെ മാതാവ് എനിക്ക് തിരിച്ചു തന്നു. ഇപ്പം ഡോക്ടർ പറയുന്നത് എന്താണ് അഭിജിത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് എനിക്കറിയില്ല. ഞാൻ അന്ന് പറഞ്ഞ കാര്യമല്ല എനിക്ക് ഇന്ന് പറയാനുള്ളത്. ഞാൻ അന്ന് ഡോക്ടറോട് ചോദിച്ചായിരുന്നു, ഡോക്ടർ എൻ്റെ മോനെ ജീവൻ എനിക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടിയേ പറ്റും, മജ്ജ മാറ്റി വെക്കണോ, ഞാൻ ചെയ്യാൻ തയ്യാറാണ്, എൻ്റെ വീട് വെക്കാൻ ഞാൻ തയ്യാറാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ആലോചിക്കുക. ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല നിങ്ങളോട്. ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷേ ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്താണ് മെറിക്കലായിട്ട് സംഭവിച്ചത് എനിക്ക് പോലും അറിയില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ദൈവത്തോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ മാതാവിനോട്, എൻ്റെ ഈശോയോട് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ മോനെ എൻ്റെ ഈശോ, എൻ്റെ മാതാവ് എനിക്ക് തിരിച്ചു തന്നു. ഇനി ഒന്നും പേടിക്കണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇപ്പം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, 1 കൊല്ലം 6 മാസവും കഴിഞ്ഞു. 6ാമത്തെ മാസമാണിത്. പക്ഷേ ഞാൻ സാക്ഷ്യം പറയാൻ ഇച്ചിരി വൈകി. അതിനിടയിൽ ബുദ്ധിമുട്ടുണ്ടായി. കാരണം എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ നടന്നായിരുന്നു. എനിക്കിവിടെ വന്ന് പറയണമെന്ന് വെച്ചാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. ഞാൻ എൻ്റെ മോനെയും കൊണ്ട് കൃപാസനത്തിൽ പോയതിന് ശേഷം മാത്രമേ ഞാൻ എന്തും ചെയ്യുള്ളൂ എന്ന്. പക്ഷേ ഞാൻ അത് തിരുത്തിപ്പോയി. അതിന് എനിക്ക് ഒരുപാട് ശിക്ഷ ദൈവം എൻ്റെ മാതാവ് തന്നു എന്നും എനിക്ക് തോന്നുന്നു. എൻ്റെ മനസ്സാക്ഷിയിൽ അത് വളരെ വേദന തോന്നി. കാരണം അമ്മയുടെ പടം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ആ പടം ഞങ്ങളൊരു സമുദായത്തിൽപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ അവിടെ വെച്ച് ഞാൻ അമ്മയെ പ്രാർത്ഥിക്കാറില്ല. ഞാൻ സെപ്പറേറ്റായിട്ട് റൂമിൽ വെച്ചാണ് അമ്മയെ പ്രാർത്ഥിക്കാറ്. ആ റൂമിൽ നിന്ന് അമ്മയുടെ പടം കത്തിപ്പോയി. അതെങ്ങനെ കത്തിയെന്ന് ചോദിച്ചാൽ
കറണ്ട് സ്പാർക്കായതാണെന്നാണ് പറയുന്നത്. പക്ഷെ അത് നഷ്ടപ്പെട്ടു പോയി. 2 ദിവസമായിട്ട് നഷ്ടപ്പെട്ടിട്ട്. പക്ഷെ അന്ന് തൊട്ട് ഞാൻ ഉറങ്ങിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ പോകണം, നിങ്ങൾ ചെയ്തതാണ് ഏറ്റവും വലിയ തെറ്റ്. കാരണം നമ്മൾ ഏറ്റവും വലിയ ഫംഗ്ഷൻ എന്താണെന്ന് അവിടെ നടത്തിയത് അതല്ലായിരുന്നു വേണ്ടുന്നത്. എൻ്റെ അമ്മയാണ് ഞാൻ പോയി കാണേണ്ടത്, അത് ഞാൻ ചെയ്തില്ലല്ലോ. അതിന് ഞാൻ മാപ്പ് പറയണം എനിക്ക് അവൻ്റെ അമ്മയടുത്ത് വന്നിട്ട്. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. എല്ലാത്തിനും ഞാൻ ആദ്യം ഞാൻ അമ്മയോട് മാപ്പ് പറയുന്നു, വരാൻ താമസിച്ചതിൽ, പക്ഷേ എൻ്റെ മോനെ തന്നതിലും. പിന്നെ എൻ്റെ മോൻ അവിടുത്തെ 1 വർഷം പോയത് കൊണ്ട് കോളേജിൽ പഠിക്കുകയാണ്, KMCT പഠിക്കുകയാണ്, ബയോമെഡിക്കലാണ് അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് 1 വർഷം പോയതുകൊണ്ട് അവിടെ കോളേജിൽ നിന്ന് സാറ് പറഞ്ഞു, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ 1 വർഷം അങ്ങ് പോയില്ലേ, ഇനി ആദ്യം പുതിയ നിങ്ങൾ അഡ്മിഷൻ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ സാമ്പത്തികമായിട്ടും എല്ലാം വളരെ ബുദ്ധിമുട്ടാണല്ലോ, ഇനിയിപ്പോൾ അഥവാ അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാനും അവൻ്റെ കൂടെ പോകണം കോഴിക്കോട്. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, ഇവൻ്റെ അച്ഛൻ പറഞ്ഞു എന്നാലും കുഴപ്പമില്ല, നീ അവൻ്റെ കൂടെ പോയിക്കോ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ പോകാൻ തയ്യാറാണ്. വേറൊരു കോളേജിലേക്ക് ഇവൻ അഡ്മിഷൻ കിട്ടി. അത് മാനേജ്മെൻറ്റ് സീറ്റിലാണ് കിട്ടിയത്. പക്ഷെ അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ വഴിയൊന്നും കാണുന്നില്ല കേട്ടോ. എന്തായാലും ഇത്ര വരെ എൻ്റെ അമ്മ എനിക്ക് തന്നില്ലേ, ഇനി അങ്ങോട്ട് തരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. സങ്കടപ്പെടുന്നില്ല. ഞാൻ എൻ്റെ മോനെ അസുഖമാണെങ്കിലും ഞാൻ കരയുന്നൊന്നുമില്ല, സങ്കടപ്പെടുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്, ദൈവം തന്നത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ദൈവത്തിനൊരു ഹിതമുണ്ട് ഞങ്ങളെക്കൊണ്ട്, അത് മാത്രം നടന്നാൽ മാത്രം മതി. ആ ഒറ്റ ചിന്താഗതി ഇന്നും ഞാൻ നിൽക്കുന്നത് ഇവിടെ. അപ്പം ഇവരും എന്നോട് എൻ്റെ മോൻ പറഞ്ഞു, അമ്മേ എനിക്കിനി അവിടെ കിട്ടുമോ? ഞാൻ പറഞ്ഞു കിട്ടും, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ മാനേജ്മെൻറ്റ് സീറ്റ് കിട്ടി 45,000 രൂപ അവിടെ കൊണ്ടുപോയി അടച്ചു. അപ്പം ഞങ്ങളുടെ നാട്ടിൽ കണ്ണൂർ കല്ലേശ്ശേരി കോളേജ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അവിടെ മോനെ സ്പോട്ടിൽ കിട്ടുമോ? അമ്മ അതൊന്നും എനിക്ക് കിട്ടാൻ വഴിയില്ല അമ്മയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുത്തു നോക്ക്, കൊടുത്ത് നമ്മൾ അമ്മ എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ടുണ്ടാവും മോനെ, നീ സങ്കടപ്പെടരുത്. അപ്പോൾ അവൻ അങ്ങ് പോയി. അവിടെ പോയപ്പോൾ ഇന്ന് അച്ഛൻ പറഞ്ഞു 20 പേർക്ക് ഉള്ള സീറ്റ് അല്ല 2 പേർക്കുള്ള സീറ്റാണ്, 20 കുട്ടികൾ അവിടെയുണ്ട്. ഇന്ന് അച്ഛൻ്റെ ആ പ്രസംഗം കേട്ടപ്പോൾ എൻ്റെ മനസ്സ് അത് എന്നെക്കൊണ്ടാ പറയണമെന്ന് എനിക്ക് തോന്നി. കാരണം അപ്പോൾ ഇവൻ എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മ ഇവിടെ 2 സീറ്റേ ഉള്ളൂ, 20 കുട്ടികളും ഉണ്ട്. ഞാൻ പറഞ്ഞു അമ്മ നിനക്കൊരു സീറ്റ് അവിടെ വാങ്ങി തന്നു. അത് പറഞ്ഞതും ഇവനെ സാറ് വിളിച്ച് കൊണ്ടുപോയതും അവൻ ആ സീറ്റ് ഉറപ്പിച്ചു. 1 രൂപ പോലും കൊടുക്കാതെ, 1 രൂപ പോലും എനിക്ക് കൊടുക്കേണ്ടി വന്നില്ല. പിന്നെ കോഴിക്കോട് 45,000 രൂപ അടച്ചു. ആ പൈസ ഒരു 5 പൈസ പോലും കട്ട് ചെയ്യാതെ അവർ ഞങ്ങൾക്ക് തരുകയും ചെയ്തു. അപ്പോൾ അതെല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ഈ ഒരു പ്രതിസന്ധിയിൽ എല്ലാ സമയത്തും നമുക്ക് ഒരുപോലെയാണല്ലോ എന്ന് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എൻ്റെ ബ്രസ്റ്റിനൊരു മുഴയുണ്ടായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ചിലപ്പോൾ അത് ക്യാൻസറാകാൻ വഴിയുണ്ട് കേട്ടോ കവിത. അപ്പം ഞാൻ പറഞ്ഞേ അങ്ങനെ വഴിയുണ്ടോ ഡോക്ടറെ? ഒരുപാട് സാധനങ്ങൾ ഞാൻ സഹിച്ചു, ഇനിയും ഉണ്ടോ? അപ്പം ഡോക്ടർ പറഞ്ഞേ നീ പേടിക്കണ്ട, എന്നാലും ബയോപ്സി നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് ബയോപ്സി അയക്കാം. ഞാൻ പറഞ്ഞേ എനിക്ക് പേടിയൊന്നുമില്ല, എനിക്ക് എന്നെക്കുറിച്ച് പേടിയില്ല, എൻ്റെ മക്കളെക്കുറിച്ച് ഒരു പേടിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞേ നീ പേടിക്കൊന്നും വേണ്ടടി. ഞാൻ അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു, ബയോപ്സിനായിട്ടു. അതിൻ്റെ റിസൾട്ടും വന്നു, എല്ലാം നെഗറ്റീവാണ്, ഒരു കുഴപ്പമില്ല. ഞാൻ അമ്മയെ ഏൽപ്പിച്ചു. അതുപോലെ തൈലവും ഉപ്പും അതൊരിക്കലും എൻ്റെ വീട്ടിൽ നിന്ന് ഒഴിയല്ല. കാരണം തൈലം തീരാനാകുമ്പോൾ ഞാൻ എന്തായാലും ഒലീവ് ഓയിൽ ഇച്ചിരിയും കൂടി അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് തൈലം കൂട്ടി വെക്കും. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ആ ഉപ്പും തൈലം ഒഴിഞ്ഞു പോകരുതെന്നുള്ള ധാരണയിൽ അതെപ്പം കൂടെയുണ്ട്. എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു. ഇതെൻ്റെ മോനാണ്. എൻ്റെ മോൻ എനിക്ക് തന്ന ദൈവത്തോടും എൻ്റെ അമ്മയോടും ഇതെൻ്റെ ഭർത്താവാണ്. ഇവരോടെല്ലാം ഞാൻ നന്ദി പറയുന്നു. ഇതുപോലെ ഇനിയും എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കും എൻ്റെ കുടുംബത്തിനും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു.